അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ വിഭവമായ വറുത്തരച്ച മീൻകറി തയ്യാറാക്കാം. അതിന് ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തിരുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മീനിന് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ആദ്യം നമുക്കിത് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നത് വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങയുടെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചൂട് കെട്ടിയുള്ള പാത്രം എടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂട് കെട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തേങ്ങയുടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഏറ്റവും ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. കണ്ടോ, ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. തീ വളരെ കുറച്ച് വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഉലുവ ചേർത്ത് കൊടുക്കാവൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവ വേഗം അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ നിന്നും ഈ പാത്രം ഒന്ന് മാറ്റി വയ്ക്കാം. വേറൊരു പ്ലേറ്റിലോട്ടോ മാറ്റണമെങ്കിൽ മാറ്റാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ വെച്ച് തന്നെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം ഒന്നങ്ങ് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് അരച്ചാൽ മതിയാകും, ഇല്ലാന്നുണ്ടെങ്കിൽ അരഞ്ഞു വരാൻ കുറച്ചൊന്ന് പാടായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്താണ് ആദ്യം അരയ്ക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയും 1 പച്ചമുളകുമാണ് അരിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വഴണ്ടാൽ മതിയാകും. ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് എടുക്കുന്നത് കുടംപുളിയാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനും ടേസ്റ്റിനും അനുസരിച്ച് കുടംപുളി ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾ സാധാ പുളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് അരച്ചെടുക്കണം. ഇനി നമുക്ക് ലിഡ് അടച്ച് വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനിടുന്ന വീഡിയോ എൻ്റെ നിന്നും മിസ്സായിപ്പോയി.
ഞാനിവിടെ 1/2 കിലോ ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്കിതുപോലെ വറുത്തരച്ച് വയ്ക്കാൻ പറ്റും. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ലിഡ് അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയുടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്പൂണൊന്നും വെച്ച് ഇളക്കാതെ നമുക്ക് ചട്ടിയോട് കൂടി തന്നെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലിഡ് അടച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണം വരുന്നുണ്ട്. ഉടനെ തന്നെ വിളമ്പാനാണെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് കുറുകി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സമയം ഇതുപോലെ തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് സെർവ് ചെയ്യുള്ളൂ. അപ്പോഴത്തേക്ക് നല്ലതുപോലെ വറ്റി നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞിരിക്കും. ഇപ്പോൾ ഞാൻ കറി വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞു. കണ്ടില്ലേ, ഓയിലൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്